ലോക ചരിത്രത്തിൽ ഏറ്റവും മൂല്യവത്തായ ത്യാഗസമർപ്പണത്തിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് മഹാന്മാരായ ബദരീങ്ങളാണ്. ബദ്ർ എന്ന വാക്ക് ഓർമ്മപ്പെടുത്തും പോലെ ചരിത്രത്തിലെ പ്രകാശമാണ് ബദരീങ്ങൾ സൃഷ്ടിച്ചത്. അതോടുകൂടി ബദ്ർ വന്നാൽ ഇരുട്ട് പോകും പോലെ ചരിത്രത്തിലെ ഇരുട്ടിൻ്റെ ഏറ്റവും വലിയ ശക്തികൾ നാമാവശേഷമായിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ആ ഇബാദത്ത് എല്ലാവരുടെയും ബാധ്യതയാണ്. ഇബാദത്തിനെതിരായ കാര്യങ്ങളിൽ നിന്ന് മാറിക്കലും അള്ളാഹുവിൻ്റെ പ്രത്യേക കൽപ്പനയുള്ള കാര്യമാണ്. പക്ഷേ ഒരു വിഭാഗം ചെയ്ത നിഷ്കപടമായ ത്യാഗസമർപ്പണം കൊണ്ട് ആ വിഭാഗത്തെ നോക്കി അള്ളാഹു പറഞ്ഞ ഒരു കാര്യം ചരിത്രത്തിൽ ചിന്തകന്മാരെ പിടിച്ചിരുത്തുകയും ചിന്താമണ്ഡലത്തിൽ കോളിളക്കമുണ്ടാക്കുകയും ചെയ്ത ഒരു വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇത്തല അല്ലാഹു അല അഹ്ലി ബദരിൻ ഫഖാല ഇഅ്മലു മാ ശിഅ്തും. ബദരീങ്ങളെ നോക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇഅ്മലു മാ ശിഅ്തും, ഇനി തോന്നിയതുപോലെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നാരകീയ പീഡനത്തിന് ഹേതുകമായ അനർത്ഥങ്ങൾ ചെയ്താൽ തന്നെ അതിൻ്റെ പേരിൽ നിങ്ങൾ പരലോകത്ത് പിടികൂടുകയില്ല, നിങ്ങളെ ഞാൻ പിടികൂടുകയില്ല എന്ന് വ്യംഗ്യമായി അള്ളാഹു സമ്മതിക്കുന്ന വിധം ഈ ലോകത്ത് അള്ളാഹു പാസ് കൊടുത്ത ഒരേ വിഭാഗം ബദരീങ്ങളാണ്. അതിനർത്ഥം അവർ തെറ്റ് ചെയ്യുമെന്നോ തെറ്റ് ചെയ്തു എന്നോ ഒന്നുമല്ല. അവർ തെറ്റ് ചെയ്യില്ല, അത് അള്ളാഹുവിനറിയാം. എന്നാലും ലൈസൻസ് കൊടുത്ത ആദരിച്ചൊരു വിഭാഗം ഇവർ മാത്രമാണ്. അവർ തെറ്റ് ചെയ്യില്ല. ഉദാഹരണം, ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ടിട്ട് സഫ്വാൻ റളിയല്ലാഹു തആല നേരിട്ട ഒരു അപവാദ പ്രചരണം നിങ്ങൾക്കറിയാം. ആ ഭാഗത്തേക്ക് ഞാൻ നീങ്ങുന്നില്ല. ഒരു യാത്രയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രാഥമിക ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി ഒട്ടകക്കട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ മാല നഷ്ടപ്പെട്ടു. അത് പരതാൻ വേണ്ടി പിന്നെയും പോയി. പിന്നെ വന്നപ്പോൾ കാഫില പോയി, കൂടെയുള്ള സംഘം പോയി. അപ്പോൾ ഏത് യാത്രാ സംഘത്തിലും പിന്നിലായിട്ടൊരാൾ കടന്നു വരും. യാത്രയിൽ വല്ല സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത് പെറുക്കിയെടുക്കാനും അനുബന്ധ ആവശ്യങ്ങൾക്കും വേണ്ടി ആ യാത്രാ സംഘത്തിൽ പിന്നിൽ കടന്നു വന്ന ആൾ സഫ്വാൻ റളിയല്ലാഹു തആല ആണ്. സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണി ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല യാത്രാ സംഘം പോയിട്ടും വഴിയോരത്ത് ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് സഫ്വാൻ റളിയല്ലാഹു തആല ചോദിക്കുകയുണ്ടായി, സൗജത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് വഖഅത് ഫി ത്വരീഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണി വഴിയിൽ വീഴുകയോ എന്ന് അത്ഭുതം കൂറിയിട്ട് സഫ്വാൻ റളിയല്ലാഹു തആല അവിടെ നിൽക്കുകയും ആ സമയത്ത് ആയിഷ ബിബി റളിയല്ലാഹു തആല കാറ്റടിച്ചുകൊണ്ട് മുഖാവരണം പാറിയ കാരണത്താൽ കൊച്ചുകാലത്ത് ആയിഷ ബിയെ കണ്ട് പരിചയമുള്ള സഫ്വാൻ റളിയല്ലാഹു തിരിച്ചറിയുകയും എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയും സംഭവങ്ങൾ ആയിഷ ബി പറയുകയും അവസാനം സഫ്വാൻ റളിയല്ലാഹു തആല ആ ഒട്ടകത്തിൻ്റെ മുകളിൽ ആയിഷ ബി ഇരുത്തിയിട്ട് മൂക്കേർ പിടിച്ചുകൊണ്ട് മേലെ ഇരിക്കാതെ സഫ്വാൻ തങ്ങൾ നടന്ന് യാത്രാ സംഘത്തിൻ്റെ കൂടെ എത്തിയിട്ട് ആയിഷ ബി ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിലെ രത്നച്ചുരുക്കം. ഞാൻ ആ ഭാഗം വിശദീകരിച്ചല്ല. പക്ഷെ അത് മുനാഫിഖീങ്ങൾ വെള്ളം കലക്കിയിട്ട് മീൻ പിടിക്കും പോലെ അവർ കുപ്രചരണം നടത്തിയിട്ട് ആയിഷ ബിയുടെ പേരിൽ അപവാദം പ്രചരിപ്പിച്ചു. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൂട്ടി രണ്ടുപേരെയും അതിശക്തമായിട്ട് വിമർശിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രചരണമായി വ്യാപിക്കുന്ന സമയത്തൊന്നും അതിനെക്കുറിച്ച് പറയാതെ നിശബ്ദനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം സൂറത്തുൻ നൂറിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ കുറ്റമുക്തയാണ് എന്ന് പ്രഖ്യാപിച്ച ഔദ്യോഗികമായിട്ട് ആയത്ത് ഇറങ്ങിയതിന് ശേഷം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ വന്നിട്ട് ജനങ്ങളെ കൂട്ടിയിട്ട് പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. അത് പറയാനാണ് ഇത്രയും ഞാൻ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദേഷ്യത്തോടു കൂടി പറഞ്ഞു, സഫ്വാനെ കുറിച്ചൊരു കാര്യം പറയുമ്പോൾ വിമർശിക്കുന്ന ആളുകൾ ചിന്തിക്കട്ടെ, ഇന്നഹു മിൻ അഹ്ലി ബദർ, സഫ്വാൻ ആരെന്നറിയില്ലേ, ബദരീങ്ങളിൽ മെമ്പറാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബദരീങ്ങൾ ഒരു കുറ്റം ചെയ്യുന്നവരല്ല, ചെയ്യില്ല എന്ന് അള്ളാഹുവിനെ അറിയുകയും ചെയ്യാം. എന്നാലും ഒരു വിഭാഗത്തെ ആദരിച്ചുകൊണ്ട് താൽക്കാലികമായി അള്ളാഹു മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള താക്കീതുകൾ പിൻവലിക്കുമെന്നോണം വ്യംഗ്യമായി അള്ളാഹു സമ്മതിച്ചിട്ടുള്ള ഒരു ലൈസൻസ്, ഈ ലോകത്ത് ഒരു ലൈസൻസ് കൈ കൊടുത്തിട്ട് അത്യാദരവോടുകൂടി പ്രഖ്യാപനം നടത്തിയ ഒരേ വിഭാഗം അത് ബദരീങ്ങൾ മാത്രമാണ്. ബദരീങ്ങൾ നാളെ ഖബറിൽ നിന്ന് എണീറ്റുകൊണ്ട് നേരെ മഹ്ശറിൽ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിന്റെ കാവൽ ഭടന്മാരായ മലക്കുകൾ ബദരീങ്ങളെ കാണുമ്പോഴേക്ക് ഇതാരാൻ തിരിച്ചറിയാതെ പ്രകാശമായ മുഖത്തോടുകൂടി ഹിസാബിൽ പങ്കെടുക്കാതെ സ്വർഗീയമായ വട്ടക്കണിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആ വിഭാഗത്തെ കാണുമ്പോൾ കാവൽക്കാരായിട്ട് മലക്കുകൾ ചോദിക്കുന്ന, നിങ്ങൾ ഹിസാബ് കഴിഞ്ഞോ എന്ന്. അപ്പോൾ ഇവർ പറയും, ഞങ്ങൾ ആരാന്നറിയില്ലേ,
ഞങ്ങൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നുകൊണ്ട് ബദറിൽ പങ്കെടുത്തവരാണ്. ഉടനെ മലക്കുകൾ, എന്നാൽ നിങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾ ആളുകൾ തിരിച്ചറിയാതെ പറഞ്ഞാണെന്ന് പറഞ്ഞ് സ്വർഗീയമായ വാതിലുകൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് ഹദീസിൽ കാണാം. ഇങ്ങനെ ഇഹലോകത്തും പരലോകത്തും അത്യാദരവോടുകൂടി അള്ളാഹു ലോകത്തിനു മുമ്പിൽ എടുത്തു കാണിച്ച തൗഹീദിന്റെ ഇമാമിയങ്ങളാണ്, അതോറിറ്റിയാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളുടെ ഇത്രമേൽ വലിയ മഹത്വത്തിനുള്ള ഹേതുകം എന്താണ് എന്ന് പഠിച്ചാൽ ഞെട്ടിക്കുന്ന ചില സത്യങ്ങളാണ് സന്ദേശമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്. കൂടുതൽ കാര്യം ചെയ്തതോ കൂടുതൽ സമയം ചെയ്തതോ അല്ല. യുദ്ധങ്ങൾ അപേക്ഷിച്ചിടത്തോളം ബദർ യുദ്ധം സമയം വളരെ കുറവാണ്. കാരണം യുദ്ധം കഴിഞ്ഞിട്ടും അസ്ർ നിസ്കരിച്ച് ഒരുപാട് സഹാബാക്കളുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ വേറെ ചില യുദ്ധങ്ങൾ 4-5 മാസം വെച്ചുകൊണ്ട് നടന്ന് ഇസ്ലാമിക് യുദ്ധത്തിലുണ്ട്. അങ്ങനത്തെ എല്ലാ യുദ്ധങ്ങളും ബദറിൽ ഒരു സെക്കൻഡിനോട് കടപിടിക്കുകയില്ല എന്നതാണ്. കാരണം അത് കുറേ സമയം എടുത്തു എന്നതോ ഒരുപാട് ആളുകൾ പങ്കെടുത്തു എന്നതോ ആളുകളുടെ കയ്യിലൊക്കെ ഒരുപാട് ആയുധങ്ങളുണ്ടായി എന്നതോ ഒരുപാട് വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്നതൊന്നുമല്ല. അതൊരു വലിയ ത്യാഗസമർപ്പണമായിരുന്നു. നിഷ്കപടമായ നിസ്വാർത്ഥ ത്യാഗസമർപ്പണം. ബദരീങ്ങളിൽ എണ്ണത്തിന് പോലും ഒരൊറ്റ മുനാഫിക്ക് ഉണ്ടായിട്ടില്ല. ഉഹുദീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉഹുദീങ്ങൾ എന്ന് പറഞ്ഞാൽ ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ദുന്യവയായ ലക്ഷ്യം വെച്ച ആളുകളുണ്ട്. ഹന്തക്കിൽ പങ്കെടുക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ദുന്യവയായ ലക്ഷ്യം വെച്ച ആളുകളുണ്ട്. പക്ഷെ ബദറിൽ അങ്ങനെയില്ല. അവരുടെ ഒക്കെ ലക്ഷ്യം യുഹിബ്ബൂനല്ലാഹ വറസൂല എന്നതായിരുന്നു. ആ സൂറത്തുൽ ഹശർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിലും അല്ലാഹു തആല എടുത്തു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആരും സഹായിക്കാനില്ലാത്ത കാലത്ത് നിരായുധരായൊരു വിഭാഗം സൗമ ഉജൂബാക്കിയ പ്രഥമ കൊല്ലത്തിൽ തന്നെ ആ കഷ്ടപ്പെടുന്ന ത്യാഗത്തിനിടയിൽ ത്യാഗത്തിൻ്റെ മേൽ ത്യാഗം എന്ന നിലയിൽ ഒരു ജിഹാദ് അവർ അത് നനച്ചു വന്നതല്ലെങ്കിലും യാത്രാമധ്യേ അബൂ സുഫിയാനെയും സംഘത്തെയും തടയാൻ വേണ്ടി വന്ന ഒരു വിഭാഗം 313 ആയുധമില്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ മുമ്പിൽ ആയുധധാരികളായ സകല കോപ്പും സംഘടിപ്പിച്ച സന്നാഹങ്ങളുമായി കടന്നു വന്ന ആയിരങ്ങളോട് യുദ്ധകളത്തിൽ ഇറങ്ങിയിട്ട് പടവെട്ടാനുള്ള പടച്ചവൻ്റെ ഖലാ ഒരൽപ്പം പോലും ചാഞ്ചല്യമില്ലാതെ, വേണോ വേണ്ടോ എന്ന് സംശയമില്ലാതെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, മുസ്തഫ നബി പറഞ്ഞതാണ് എന്നൊരൊറ്റ കാര്യം കൊണ്ട് അള്ളാഹ്ക്കും റസൂലിനും വേണ്ടി മാത്രം എല്ലാം മറന്നുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയവരാണ് മഹാന്മാരായ ബദരീങ്ങൾ. ആ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് മദീനയിൽ നടക്കുന്നത് എന്താണ്? അബൂ സുഫിയാനെയും സംഘത്തെയും തടയാൻ എന്നോണം പോയ സഹാബാക്കളുടെ കുടുംബത്തിൽ വന്നുകൊണ്ട് മുനാഫിഖുകളും ജൂതന്മാരിൽപ്പെട്ട യുവ കോമളന്മാർ സഹാബാക്കളുടെ ഭാര്യമാരായ സഹാബിയത്തിന് മുമ്പിൽ വന്നുകൊണ്ട് ചെസ്റ്റ് വിടർത്തിയിട്ട് പറയുകയാണ്, നിങ്ങൾക്കിനി ഭർത്താക്കന്മാരെ തിരിച്ചു കിട്ടുകയില്ല. അബൂ സുഫിയാനെയും സംഘത്തെയും തടുക്കാൻ വേണ്ടി പോയ അവർ ഇപ്പോൾ സിംഹക്കൂട്ടിലാണ് പെട്ടിട്ടുള്ളത്. അബൂ ജഹൽ, ഉത്തുബത്ത്, ഷൈബത്ത് പോലെയുള്ള മക്കയുടെ മല്ലന്മാർ, വലിയ കോപ്പുകളും യുദ്ധതന്ത്രങ്ങളും അറിയുന്ന ഏറ്റവും വലിയ വില്ലാളി വീരന്മാരുമായി നിരായുധരായ ചാവാളികളായ ബലഹീനരായ നിങ്ങളുടെ ഭർത്താക്കന്മാർ പട്ടിണി കിടന്ന പള്ളയുമായി എരിവരി കൊള്ളുന്ന തൊണ്ടയുമായി ആയുധമില്ലാതെ കളിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അവർ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മാന്യമര്യാദയിൽ ഒരു കുടുംബജീവിതം വേണമെങ്കിൽ എൻ്റെ മസിൽ നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് ചെസ്റ്റ് വിടർത്തിയിട്ട് സഹാബാക്കളുടെ വീട്ടുമുറ്റത്ത് പോയിട്ട് അവർ വലിയ വീരവാദം മുഴക്കിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഈ സമയത്ത് അവരെ നോക്കിയിട്ടില്ല സഹാബിയാത്ത്. എന്നാലും അതിശക്തമായിട്ടുള്ള ഈ വെല്ലുവിളിയും ഈ പോർവിളിയും ഈ വീമ്പുവിളിയും ഉള്ളിൽ നിന്ന് കേട്ടുകൊണ്ട് തങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരെ ഓർത്തുകൊണ്ട് ആത്മാവിൻ്റെ ഗദ്ഗതം പിടിച്ചു വെച്ചുകൊണ്ട് ആ സഹാബിയാത്ത് ക്ഷമയോടുകൂടി അത് കൈകാര്യം ചെയ്യുകയാണ്. പക്ഷെ എന്തുണ്ടായി? ബദർ ലോക ചരിത്രത്തിൽ അവാച്ഛ വിജയഭേരിയാണ് മുഴക്കിയിട്ടുള്ളത്. അതിന് കാരണം അള്ളാഹുവിനും റസൂലിനും സ്വയം സമർപ്പിക്കാൻ നിഷ്കപടമായി അവർ തയ്യാറായി എന്നുള്ളതാണ്. ഇതാണ് ബദർ യുദ്ധത്തിൽ നിന്നും പ്രധാനമായും നാം ഉൾക്കൊള്ളാനുള്ളത്. അതുകൊണ്ട് ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, ബദർ നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്ന്, നാം മരിച്ചാലും അനശ്വരമായി സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, സദ്ഗുണവിഭാഗം നെഞ്ചിലേറ്റി നമുക്ക് വേണ്ടി ദുആ ചെയ്ത് പറഞ്ഞു നടക്കണമെങ്കിൽ സമൂഹമധ്യേ നാം അടയാളപ്പെടുത്തേണ്ട മുദ്രണം ത്യാഗസമർപ്പണമാണ്. സുഖിയന്മാർ ഒരിക്കലും അനശ്വരമായി പറയപ്പെടുകയോ പരാമർശിക്കപ്പെടുകയോ സ്തുതിക്കപ്പെടുകയോ പ്രാർത്ഥിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. സുഖിയന്മാർ ലോകത്ത് മരിച്ചോടുകൂടി മണ്ണടയുകയാണ്, മറമാടപ്പെടുകയാണ്. എന്നാൽ ത്യാഗനിർഭരമായ സമർപ്പണത്തിന് ഭാഗ്യം ലഭിച്ച ആളുകൾ മുഴുവനും അനശ്വരമായ പ്രകീർത്തനങ്ങളുടെ ചരിത്രത്തിൻ്റെ ഉടമകളായി മാറുകയാണ് ചെയ്തത്. അത് ബദരീങ്ങൾ മാത്രമല്ല, താബിഈങ്ങളും പിന്നെ ഇന്ന് വരെയുള്ള ലോക ചരിത്രത്തിലെ എല്ലാ മഹാന്മാരുടെയും ത്യാഗം ലോകം ഏറ്റെടുത്തിട്ടുണ്ട്. അവർ മരിച്ചാലും സ്മരണയിൽ അവർ മരിക്കുകയില്ല. നമ്മളും നമ്മുടെ ജീവിതത്തിൽ
ദീനിന് വേണ്ടി ത്യാഗം സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം. കാലഘട്ടത്തിൻ്റെ ത്യാഗം, കാലഘട്ടത്തിൻ്റെ ജിഹാദ് അത് ഈ വാളുകൊണ്ടുള്ളതല്ല, അത് നാവ് കൊണ്ടുള്ളതാണ്, അത് കൈ കൊണ്ടുള്ളതാണ്. കൈ കൊണ്ട് പേന എടുത്തുകൊണ്ട് എഴുതാനുള്ളതാണ്. കാലുകൊണ്ട് പള്ളിയിലേക്ക് ഹയ്യ അലസ്സലാ എന്ന് പറയുമ്പോൾ നടക്കുന്നത് കാലഘട്ടത്തിൻ്റെ ബദറാണ്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. ആ യുദ്ധത്തിൽ നാം ഒക്കെ ആത്മാർത്ഥമായി നിരതരാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സകലമാന അപകടങ്ങളിൽ നിന്നും, അബദ്ധങ്ങളിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും, ദോഷങ്ങളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും, മാരികളിൽ നിന്നും, മാറാപ്പുകളിൽ നിന്നും, ബലാകളിൽ നിന്നും, ഖിയാമത്തിൻ്റെ ഹലാക്കുള്ള അലാമത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെയും ബന്ധപ്പെട്ടവരെയും കുടുംബത്തെയും നമ്മുടെ ഉസ്താമാരെയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.